نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألف لام ميم صاد كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون സമാധാനമേയായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ആ സ്നേഹം നമ്മുടെ ബാധ്യത കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ കുറിച്ച് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്ത് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് ആ പ്രവാചകൻ പൂജാതനായത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചതല്ല, അല്ലാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ എങ്ങനെ പണിയെടുക്കണം, ഏത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പഠിപ്പിച്ച
അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അഅറാഫിന്റെ ആദ്യത്തെ വചനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. അലിഫ് ലാം മീം സാദ് കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകൂ ഫീ സദ്രിക ഹറജുൻ മിൻഹു. നബിയേ, കിതാബുൻ ഉൻസില ഇലൈക, ഇത് താങ്കളിലേക്ക് അവതീർണമായ ഗ്രന്ഥമാണ്. ഫലാ യകൂ ഫീ സദ്രിക ഹറജുൻ മിൻഹു, താങ്കളുടെ ഹൃദയത്തിന് താങ്കളുടെ മനസ്സിനൊരു പ്രയാസവുമായിട്ട് അവതരിച്ചതല്ല. നേരെ മറിച്ച് ഈ ഗ്രന്ഥം എന്തിനുള്ളതാ? ലിതുൻദിറ ബിഹി, ഇത് മുഖേന താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ. ജനങ്ങളെ ഇത് ഓടിക്കൊടുത്തുകൊണ്ട് താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ. സത്യവിശ്വാസികൾക്ക് ഉത്ബോധനമാണ് ഈ ഖുർആൻ. നിങ്ങളുടെ നാഥനിൽ അവതീർണമായതിനെ നിങ്ങൾ പിൻപറ്റുക. അവന് പുറമെ മറ്റാരെയും നിങ്ങൾ രക്ഷാധികാരികളായി വെക്കല്ലേ. വളരെ അല്പം മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത് അല്ലാഹുവിങ്കിൽ നിന്ന് അവതീർണമായതിനെ പിൻപറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി പഠിപ്പിച്ചു തന്ന അതിന്റെ പ്രായോഗിക വിശദീകരണം എന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്ന വിശ്വാസങ്ങൾ ഏതെല്ലാമുണ്ടോ, കർമ്മങ്ങൾ ഏതെല്ലാമുണ്ടോ, ആ വിശ്വാസങ്ങൾ തന്നെയാവണം നമ്മുടെയും വിശ്വാസം. ആ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമുക്ക് സ്വർഗം നേടിത്തരുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിരോധിച്ചത് എന്തെല്ലാമുണ്ടോ അതിൽ നിന്ന് മാറി നിന്നാൽ മാത്രമാണ് അല്ലാഹുവിന്റെ പ്രീതി നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ടല്ലേ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക. അപ്പോൾ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യൽ തന്നെയാണ് ആ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം മനസ്സിലാക്കിയവരാണ് പ്രവാചകനോടുള്ള മഹബത്ത് എന്താണ്, പ്രവാചകനോടുള്ള മഹബത്ത് എന്താണ്. അത് ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി വരുന്ന സ്നേഹമാണോ? ഏതെങ്കിലും ഒരു മാസം പ്രത്യേകമായി വരുന്ന സ്നേഹമാണോ? അല്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ജീവിതത്തിൽ ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഇത്തിബാഅ് ചെയ്യുന്നവർക്കാണ് നാവ് കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വാക്കുകൾ കൊണ്ട്, തൂലികകൾ കൊണ്ട് ആ സ്നേഹമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായിക്കൊണ്ട്, മുഴത്തിന് മുഴമായിക്കൊണ്ട് ഇത്തിബാഅ് ചെയ്യുന്നതിന് വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവോ അവർക്കാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളത്. അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കും വലിയ സ്നേഹമുള്ളത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്, അനുഗുണമായ മാതൃകയുണ്ട് നിങ്ങളുടെ പ്രവാചകനിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തന പദത്തിൽ മുസ്ലിമേ നമുക്ക് മാതൃകയുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസം? അല്ലാഹുവിനെ കുറിച്ച് നമുക്കെന്താണ് വിശ്വാസം? ദീനിനെ കുറിച്ച് നമുക്കെന്താണ് വിശ്വാസം?
അതുപോലെ തന്നെ കർമ്മകാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എല്ലാം ആ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തിയാക്കി തന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ആ സ്വഹാബാക്കളെ ഓതി കേൾപ്പിച്ച ആയത്തുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്കിതാ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ ദീനായി കൊണ്ട് നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. അല്ലാഹ് പറയാ, അള്ളാന്റെ വാക്കാ, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അല്ലാഹുവിന്റെ തൃപ്തിയെ പരിപൂർണമാക്കി നൽകിയിരിക്കുന്നു. ആ ഇസ്ലാം ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെ ചെയ്യണമെന്ന സമഗ്രമായ വീക്ഷണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ സ്വഹാബാക്കൾ അത് പഠിച്ചെടുത്തു. ആ സ്വഹാബാക്കളിൽ നിന്ന് ആ സ്വഹാബാക്കളെ പിന്തുടർന്ന ഇത്തിബാഅ ചെയ്ത താബഈങ്ങൾ അത് പഠിച്ചെടുത്തു. ആ താബഈങ്ങളിൽ നിന്ന് അവരെ പിന്തുടർന്ന താബഈങ്ങൾ അവരത് പഠിച്ചെടുത്തു. അവരാണ് ഉത്തമരായ 3 നൂറ്റാണ്ടിന്റെ ആളുകൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ട് പിരിഞ്ഞപ്പോ നമ്മോട് പറഞ്ഞത് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2 കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ചു പോയിട്ടുണ്ടെന്നാണ്. തറത്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. വിജയം വരിക്കാൻ 2 കാര്യം. വിജയം വരിക്കാൻ 2 കാര്യം. 2 കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ വിട്ടേച്ചു പോകുന്നുണ്ട്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ളലാലത്ത് സംഭവിക്കുകയില്ല, നിങ്ങൾക്ക് വഴികേട് സംഭവിക്കുകയില്ല. ഏതാണ് ആ 2 കാര്യങ്ങൾ? അല്ലാഹുവിന്റെ കലാമാണ്, പരിശുദ്ധ ഖുർആനാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്താണ്. ആ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുവാൻ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സകത്തേക്ക് കയറി വരേണ്ട ഒരു ആശയമുണ്ട്, ഒരു സത്യമുണ്ട്. എന്താണെന്നറിയുമോ? നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മെ നരകത്തിന്റെ തീയിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ പ്രവാചകനിലൂടെ ആ സന്ദേശം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ആ ദൗത്യം പൂർത്തിയാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് യാത്ര പോയത്. ആരെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു വിശ്വാസമോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു പുണ്യകർമ്മമോ, ഇത് നല്ലതാണ്, ഇത് പുണ്യമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് പുതുതായി പ്രത്യേകമായി കൂട്ടിയുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് നമ്മെ പഠിപ്പിക്കാതെ കടന്നുപോയി. അങ്ങനെ ഒരാൾക്ക് വാദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചു എന്നാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം, ഒരു മുഅ്മിനിന്റെ വിശ്വാസം. നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് വിചാരിച്ച് ഒരു പുതിയ കർമ്മം ഇസ്ലാമിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കി കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ്. സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ഓരോ ഖുത്ബയിലും ആമുഖത്തിൽ നമ്മൾ അത് പറഞ്ഞു വെക്കുന്നുണ്ട്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. പുതുതായി കെട്ടിയുണ്ടാക്കുന്ന ഓരോന്നും അത് ബിദ്അത്താണ്. ഈ ബിദ്അത്തുകൾ വലാലത്താണ്, വഴികേടാണ്. എല്ലാ വലാലത്തും അത് നരകത്തിലേക്കാണ് എന്ന് ആമുഖം പറഞ്ഞുകൊണ്ടാണ് ഖുത്ബ ആരംഭിക്കുന്നത് തന്നെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയാണ്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി കെട്ടിയുണ്ടാക്കി കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നതാണ്. പുതുതായി
കൂലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ, പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞു പേരിട്ട് വിളിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസം വരുമ്പോ ആണ്ടുതോറും നടക്കുന്ന നബി സ്നേഹമുണ്ടല്ലോ, പ്രവാചകന്റെ മൗലിദാഘോഷമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. അതിനെങ്ങാനും ഒരു പ്രത്യേക പുണ്യമുണ്ടായിരുന്നെങ്കിൽ, അതിനെങ്ങാനും ഒരു പ്രത്യേക പവിത്രത കണ്ടിരുന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഒഴിവാക്കുമായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ആരും അത് ഒഴിവാക്കുമായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ പ്രവാചകന്റെ ജീവിതത്തിൽ അതില്ല, പ്രവാചകന്റെ ജീവിതത്തിൽ അതില്ല. ആ പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് ഖിലാഫത്ത് ഏറ്റെടുത്തവരെയും അത് കാണുവാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് ദീനിന്റെ പേരിൽ, പുണ്യമെന്ന പേരിൽ, നന്മയെന്ന പേരിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കുന്നതാണ്. നമുക്ക് പലപ്പോഴും ബഹുസ്വരതയുടെ പേരിൽ മുവഹ്ഹിദുകൾക്ക് പോലും അതിനെന്താണ് പ്രശ്നം, അതിനെന്താണ് കുഴപ്പം എന്ന് നമ്മുടെ ചിന്ത ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് അതിനൊക്കെ പ്രശ്നം, എന്തിനാണ് അതിലൊക്കെ നമ്മൾ ഇത്ര വാശി കാണിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. السنة ما جاء عن النبي صلى الله عليه وسلم من أقواله وأفعاله وتطهيره وما هم بفعله. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വിശദീകരിക്കുകയാണ്. അസ്സുന്നത്തു മാ ജാഅ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സുന്നത്ത് എന്നാൽ അത് പ്രവാചകനിൽ നിന്ന് വന്നതാണ്. മിൻ അഖ്വാലിഹി, പ്രവാചകന്റെ വാക്കുകളുണ്ട്, വ അഫ്ആലിഹി, പ്രവാചകന്റെ പ്രവർത്തനങ്ങളുണ്ട്, വ തഖരീരിഹി വ മാ ഹമ്മ ബിഫിഇലിഹി, പ്രവാചകന്റെ അംഗീകാരങ്ങളുണ്ട്, പ്രവാചകൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിലൊന്നും പെടാത്ത സുന്നത്തെന്ന് അതല്ലെങ്കിൽ നന്മയെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന പ്രവാചകനോ പ്രവാചകന്റെ അനുചരർക്കോ പരിചയമില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ നമ്മുടെ സുഹൃത്തുക്കളോ അവർക്കിത് പറഞ്ഞു കൊടുക്കുവാനും നാം സ്വയം അതിൽ നിന്ന് മാറി നിൽക്കുവാനും സന്നദ്ധമാകേണ്ടതുണ്ട്. കാരണം അതിന്റെ ഗൗരവം വലുതാണ്. ബിദ്അത്തുകൾ ചെയ്യുക എന്നതിന്റെ ഗൗരവം ഹറാമ് ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൽ ഒന്നാമത്തെ ഒരു ഗൗരവം എന്താണെന്ന് അറിയുമോ? മൻ ഇബ്തദഅ ഫീ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഒന്നാമത്തെ ഗൗരവമാണ്, ആരെങ്കിലും ദീനിൽ ഒരു പുതുതായ കാര്യം കെട്ടിയുണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ബിദ്അത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, യറാഹാ ഹസന, എന്നിട്ട് ആ മനുഷ്യൻ വാദിക്കുകയാണ് ഇതൊരു നല്ല കാര്യമല്ലേ, ഇതൊരു പുണ്യമല്ലേ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ, അറുക്കലല്ലേ, ചോറുന്നതല്ലേ, നന്മയല്ലേ, പുണ്യമല്ലേ എന്നൊരു മനുഷ്യൻ ദീനിന്റെ കാര്യത്തിൽ പുണ്യമായി കൊണ്ട് പുതുതായി കെട്ടിയുണ്ടാക്കിയാൽ ആ മനുഷ്യൻ എന്താണ് പറയുന്നതെന്നറിയുമോ? ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വന്നിട്ട് പ്രബോധനം ചെയ്തിട്ട് ആ പ്രവാചകൻ ദൗത്യം പൂർത്തിയാക്കാതെ പോയി. പ്രവാചകൻ അതാ വഞ്ചന കാണിച്ചിരിക്കുന്നു അല്ലേ? സ്വർഗം കിട്ടുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് പറഞ്ഞുതരാതെ പ്രവാചകൻ ഇവിടുന്ന് പോയി എന്ന് പറയലല്ലേ? പ്രവാചകൻ അറിയാത്തൊരു നന്മ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കുന്നവൻ അറിഞ്ഞോ അറിയാതെയോ വാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഗൗരവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. عن عبد الله بن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال خير الناس قرني ثم الذين يلونهم ثم الذين يلونهم. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണെന്ന് അറിയുമോ? ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് പറയുന്നത് ഖൈറുൻ നാസി ഖർനി, ഞങ്ങളുടെ ആ ഒരു കാലഘട്ടം, സ്വഹാബത്തിന്റെ ആ ഒരു കാലഘട്ടം, ആ ഒരു നൂറ്റാണ്ടാണ് ഒന്നാമത്തെ ഖൈർ. പിന്നെയോ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അവരെ പിന്തുടർന്നവർ
അതായത് സ്വഹാബത്തിന്റെ കാലഘട്ടം, താബിഈങ്ങളുടെ കാലഘട്ടം, താബിഈങ്ങളുടെ കാലഘട്ടം, ഇതാണ് 3 ഉത്തമരായ തലമുറകൾ കടന്നുപോയത്. അവർക്ക് പരിചയമില്ലാത്ത ബിദ്അത്തുകൾ, മീലാദുകൾ അത് നമുക്കും വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ ഓരോ മുവഹ്ഹിദിനും സാധിക്കണം, ഓരോ മുഅ്മിനിനും സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വേദക്കാരായ നമ്മുടെ പൂർവികരായ മതക്കാർ ആളുകൾ അവർ വ്യത്യസ്ത കക്ഷികളായി ഭിന്നിച്ചു പോയതിനെ പരാമർശിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മുസ്ലിമീങ്ങളും ഇന്ന കക്ഷികളായി ഭിന്നിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ അടിവരയിട്ട് നമ്മുടെ നെഞ്ചിൽ പോയിടേണ്ട വാക്കാണത്. എന്താണെന്നറിയോ? ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വ്യത്യസ്തങ്ങളായി ഭിന്നിച്ചു പോയ കക്ഷികൾ അവർ തെറ്റായ പക്ഷികളാണ്, നരകത്തിന്റെ ആളുകളാണ്. പക്ഷേ ഒരു ഫിർഖത്ത്, അതൊരു ഫിർഖത്തു നാജിയയാണ്, സ്വർഗാവകാശികളായ ഒരു വിഭാഗമാണ്. അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞപ്പോ ഏതെങ്കിലും 3 അക്ഷരങ്ങളല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല പറഞ്ഞത്, മറിച്ച് പ്രവാചകൻ ഒരു അടയാളമാണ് പറഞ്ഞത്. ആ അടയാളം നമ്മുടെ വിശ്വാസത്തിലുണ്ടോ, ആ അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടോ എങ്കിൽ നമുക്കും ആശ്വസിക്കാം, നമുക്കും വിശ്വസിക്കാം, നമ്മളും ശരിയാണെന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഖബൂലിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്താണ് അടയാളം എന്നറിയുമോ? മാ അന അലൈഹി യൗമ വ അസ്ഹാബി. ഇതാണ് അടയാളം. ഇന്ന് ഞാനും എന്റെ സഹാബാക്കളും ഏത് വിശ്വാസത്തിലാണോ, ഏത് പ്രവർത്തനത്തിലാണോ നിലകൊള്ളുന്നത്, അതേ വിശ്വാസം, അതേ പ്രവർത്തനങ്ങളിൽ ആര് നിലകൊള്ളുന്നുണ്ടോ അവർ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചോളൂ. അല്ലാതെ വേഷത്തിലോ അതല്ലെങ്കിൽ ഭാവത്തിലോ മറ്റെന്തെങ്കിലുമോ ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറത്ത് പ്രവാചകനെയും പ്രവാചകന്റെ അനുയായികളെയും അവരുടെ വിശ്വാസവും അവരുടെ പ്രവർത്തനങ്ങളും അവരെ എപ്രകാരം ഇത്തിബാഅ് ചെയ്യുന്നു എന്നിടത്താണ് നമ്മുടെ നന്മ എന്നും നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായി കൊണ്ട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ബിദ്അത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വേളയിൽ, ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു മാസത്തിൽ അത് പരാമർശിക്കാതെ പോകാൻ നിർവാഹമില്ലല്ലോ. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? അസ്ലു അമലിൽ മൗലിദി ബിദ്അ ലം തൻതിൽ അൻ അഹദൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി തലാത. ഉത്തമരായ സലഫുകൾ 3 നൂറ്റാണ്ടിലും ഈ ഒരു ആചാരം കൊണ്ടുവന്നിട്ടില്ല. അന്ന അമലുൽ മൗലിദി ഹദ്ദ ബഅദ ഖുറൂനി തലാത. ഇമാം സഹാവി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, മൗലിദാഘോഷം എന്ന് പറയുന്നത് അത് ഉത്തമരായ സച്ചരിതരായ ആ 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി കെട്ടിയുണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഒഴിവാക്കി. അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടും പ്രവാചകൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളും അത് ഒഴിവാക്കുക എന്നതാണ് നന്മ. ഇതാരാ പറയുന്നതോ? ഇമാം ഹൈതമി റഹിമഹുള്ളയാണ് ഇത് പറയുന്നത്. പ്രവാചകൻ അത് കഴിയുമായിരുന്നു, പ്രവാചകന് ഭരണം കിട്ടിയിരുന്നു, പ്രവാചകന് അനുയായികളുണ്ടായിരുന്നു. എന്നിട്ടും പ്രവാചകൻ തന്നെ മൗലിദ് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അത് ആഘോഷിക്കാതെ ഒഴിവാക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇമാം ഫാഖിഹാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, പൂർവികരുടെ ചര്യ പിൻപറ്റിയ ഒരാളിലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ചില പുത്തൻവാദികളായ തീറ്റക്കൊതിയന്മാരെ ഉണ്ടാക്കിയതാണ് ഈ അനാചാരം എന്നാണ് ഇമാം ഫാഖിഹാനി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ. ഒരു തിന്മ ചെയ്യുന്നതിനേക്കാൾ, ഒരു ഹറാം ചെയ്യുന്നതിനേക്കാൾ, അല്ലാഹു ധിക്കരിച്ച് കർമ്മം ചെയ്യുന്നതിനേക്കാളും ഇബ്ലീസിന് ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? ബിദ്അത്ത് ചെയ്യലാണ് എന്നാണ്. ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ. ഇതാണ് കാരണം. എന്താ കാരണം? ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ, ഒരാൾ ഹറാം ചെയ്യുകയാണെങ്കിൽ
അത് തെറ്റാണെന്ന് പൂർണ്ണമായ ബോധ്യം ആ മനുഷ്യനുണ്ട്. ഒരു പക്ഷേ ആ മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങിയേക്കാം. പടച്ചവനെ, ഇന്ന ദിവസം എനിക്ക് ആ തെറ്റ് സംഭവിച്ചു പോയ റഹ്മാനെ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നബിദിനം ആഘോഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നബിദിനമെന്നല്ല, ഏതൊരു ബിദ്അത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നറിയുമോ? ഇതെന്റെ റബ്ബ് പഠിപ്പിച്ചതാണ്, ഇതെന്റെ റസൂല് പഠിപ്പിച്ചതാണ്, ഇതെനിക്ക് സ്വർഗം ലഭിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് 10,000 അതിലേക്ക് സംഭാവന കൊടുക്കുന്നത്, മിഠായി കൊടുക്കുന്നത്, പായസം കൊടുക്കുന്നത്. ഇതെനിക്ക് സ്വർഗം നേടിത്തരുമെന്ന വിചാരത്തില. നിസ്കരിച്ചതിന്റെ പേരിൽ ആരെങ്കിലും തൗബ ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇതൊരു പുണ്യാണെന്ന് വിശ്വസിച്ച് മിഠായി കൊടുത്തവർ, ഇതൊരു പുണ്യാണെന്ന് വിശ്വസിച്ച് സംഭാവന കൊടുത്തവർ ദുനിയാവിൽ എപ്പോഴെങ്കിലും തൗബ ചെയ്യോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. അതാണ് സുഫിയാൻ സൗരി റഹ്മഹുള്ള പറയുന്നത്, ബിദ്അത്ത് ചെയ്യുന്നവരെയാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം. കാരണം ബിദ്അത്ത് ചെയ്യുന്നവൻ തൗബ ചെയ്യുന്നതേ അല്ല. അതുകൊണ്ട് ആ പാപം പാപമായി തന്നെ ആ മനുഷ്യന്റെ മരണം വരെ, അല്ലെങ്കിൽ അതിനുശേഷവും അവിടെ അവശേഷിക്കും. അങ്ങനെ നരകത്തിന്റെ അവകാശിയായി തീരും. അതുകൊണ്ട് ബിദ്അത്തിന്റെ കാര്യം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും അത് ഇല്ലായ്മ ചെയ്യും. നമുക്കൊരിക്കലും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കാത്ത വിധത്തിൽ ആ ഒരു നരകത്തിന്റെ ആഴത്തിലേക്ക് പഠിക്കുവാൻ അത് കാരണമാകും, ഹേതുവാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബിദ്അത്തിന്റെ എല്ലാ കവാടങ്ങളും കൊട്ടിയടച്ചുകൊണ്ട് സുന്നത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തബഈങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി. സംസാരിക്കുമ്പോൾ ഒരു ചരിത്ര സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സുദീർഘമായ ഹദീസാണ്. അതിന്റെ സാരാംശം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ മരണത്തിന് ശേഷം പള്ളിയിൽ ചില ആളുകൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട തന്നെ ചില ആളുകൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുകയാണ്, ഹൽഖ കൂടിയിരിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം ചെറിയ ചെറിയ വട്ടങ്ങളിലായിക്കൊണ്ട് അവരിങ്ങനെ വട്ടം കൂടിയിരുന്നിട്ട് അതിൽ പ്രധാനിയായ ആള് നടുവിലിരുന്നിട്ട് ആ ആള് വട്ടം കൂടിയിരിക്കുന്ന ആളുകളോട് ഇങ്ങനെ പറയുകയാണ്, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലൂ. ഇത് പറയുമ്പോ ഈ വട്ടം കൂടിയിരിക്കുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? ഓരോ കല്ലുകൾ എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് 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 ഈ കല്ല് ഇങ്ങനെ ഈ നടുവിലേക്ക് ഇങ്ങനെ ഇടുക. അത് കഴിഞ്ഞാൽ 100 തികഞ്ഞ ഈ നടുവിലിരിക്കുന്ന അമീർ വീണ്ടും പറയും, ഹമ്മിദൂ മിഅ കബ്ബിറൂ മിഅ. ഇതൊക്കെ പറയുമ്പോ ഈ ആളുകൾ ഇങ്ങനെ കല്ലെടുത്തിടും. പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ് നല്ലതല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അൽഹംദുലില്ലാഹ് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പുണ്യമല്ലേ? അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ നന്മയാ. പക്ഷേ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ടു പ്രവാചകൻ ഇങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നിട്ടില്ല. ഓടി അബൂ മൂസ റളിയല്ലാഹു അൻഹു നേരെ ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് ഓടി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഈ മനുഷ്യരെ ചരൽ കല്ലുകൾ കൊണ്ട് ആട്ടി ഓടിച്ചു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അവിടുന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? എന്റെ പ്രവാചകൻ മരിച്ചിട്ട് എന്റെ പ്രവാചകൻ ഉടുത്ത വസ്ത്രങ്ങൾ നുരുമ്പിയിട്ടില്ല, എന്റെ പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോഴേക്കും ദീനിൽ പുതുതായി നിങ്ങൾ കെട്ടിയുണ്ടാക്കുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആരോട്? സുബ്ഹാനല്ലാഹ് പറഞ്ഞവരോട്, അല്ലാഹു അക്ബർ പറഞ്ഞവരോട്. എന്തേ പ്രശ്നം? അത് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു ചിട്ടയും വട്ടവും എണ്ണവും പുണ്യവുമായതുകൊണ്ടാണ് അത് വിദഗ്ധമായത് എന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ ദീനിനെ പിൻപറ്റി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.